കേരള സഭ ആഴമേറിയ വിശ്വാസത്തിന്റെ വീരോചിത മാതൃകയെന്ന വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ 1950 മഹാജൂബിലി വിശ്വാസ പ്രഘോഷണത്തിന്റെ മഹോത്സവത്തോടനുബന്ധിച്ച് പാലിയൂർ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നുൻഷോ. സഭയുടെ കൂട്ടായ്മ ഊട്ടിയുറപ്പിക്കാൻ സഭാമക്കൾ ഒന്നടങ്കം പ്രയത്നിക്കണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷ പ്രസംഗത്തിൽ പങ്കുവച്ചു. മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ 1950 ജൂബിലി വർഷത്തോടനുബന്ധിച്ച് നടന്ന ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ പാലിയൂർ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ ദേവാലയ അങ്കണത്തിൽ എത്തിച്ചേർന്ന ഭാരതത്തിന്റെ അപ്പസ്തോലിക് നുൻഷ്യോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ജെറേലിക്കും മറ്റ് പിതാക്കന്മാർക്കും സ്വീകരണം നൽകി. തുടർന്ന് തർപ്പണ തിരുനാളിന്റെ കൊടികയറ്റവും ദീപം തെളിയിക്കലും ഭാരതത്തിന്റെ അപ്പസ്തോലിക് നുൻഷ്യോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ജെറേലി നിർവഹിച്ചു. തുടർന്ന് നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാമനാഥപുരം രൂപതാധ്യക്ഷൻ മാർ പോൾ ആലപ്പാട്, KCBC വൈസ് പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, മലേഷ്യയിലെ പെനാൻ രൂപതാധ്യക്ഷൻ റവറന്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മേച്ചേരി, മാർ ജേക്കബ് തുങ്കിഴി, മാർ ടോണി നീലങ്കാവിൽ, തൃശൂർ, പാലക്കാട്, ഇരിങ്ങാലക്കുട രൂപതകളിലെ വികാരി ജനറാളുമാരും ദിവ്യബലിയിൽ സഹകാർമ്മികത്വം വഹിച്ചു. മാർപ്പാപ്പയുടെ ഇന്ത്യൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ജെറേലി ദിവ്യബലിയിൽ സന്നിഹിതനായിരുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നേറ്റുപറഞ്ഞ് മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാർത്തോമായെ ഭാരതത്തിന്റെ സ്ലീഹായും വിശ്വാസത്തെ ഞങ്ങളുടെ പിതാവുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിനെതിരെയുള്ള വെല്ലുവിളികൾ ഉയർന്നു വരുന്നുണ്ടെന്നും അവിടെയെല്ലാം നാം ക്രിസ്തു വിശ്വാസം ഏറ്റുപറയണമെന്നും സുവിശേഷത്തിന്റെ ആനന്ദവും ധൈര്യവുമാണ് തോമാസ് ശ്ലീഹ ഈ മണ്ണിലേക്ക് കൊണ്ടുവന്നതെന്നും KCBC വൈസ് പ്രസിഡന്റും കോഴിക്കോട് രൂപത മെത്രാനുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ദിവ്യബലി മധ്യയുള്ള സന്ദേശത്തിൽ പറഞ്ഞു. യേശു കർത്താവും ക്രിസ്തുവും ദൈവപുത്രനുമാണെന്നുള്ള വിശ്വാസമാണ് തോമാസ് ശ്ലീഹ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നതെന്നും ക്രിസ്തു പഠിപ്പിച്ച സ്നേഹ വിപ്ലവമാണ് തോമാസ് ശ്ലീഹ കേരള മണ്ണിൽ പകർന്നതെന്നും ബിഷപ്പ് പറഞ്ഞു. യേശുവുമായിട്ടുള്ള കണ്ടുമുട്ടലാണ് ഒരു വ്യക്തിയെ ക്രിസ്ത്യാനിയാക്കുന്നതെന്നുള്ള ആ ചിന്തയാണ്. ഉത്തിതനായ യേശുവിനെ കണ്ടിട്ട് തോമാസ് ശ്ലീഹ ചങ്ക് പൊട്ടി വിളിച്ചു പറയുന്നില്ലേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ചരിത്രത്തിൽ മനുഷ്യനേറ്റു പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ വിശ്വാസമായിരുന്നു അത്. ദിവ്യബലിക്ക് ശേഷം പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ മേരി റിജീന വിശ്വാസ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിശുദ്ധ പിതാവിന്റെ ആശീർവാദ കൽപ്പന ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി അതിരൂപത മെത്രാപ്പോലീത്തയ്ക്ക് കൈമാറി. തുടർന്ന് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള പ്രത്യേക ആശീർവാദം ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി നൽകി. May Almighty God bless you, the Father and the Son and the Holy Spirit. ആമേൻ. ദിവ്യബലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് സ്വാഗതം പറഞ്ഞു. സഭയുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദുഃഖ്രാന തിരുനാൾ ആഘോഷം നടത്തുന്നതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പും KCBC പ്രസിഡന്റുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. മാർത്തോമാ വിശ്വാസികൾ സീറോ മലബാർ സഭയിൽ മാത്രമല്ല, മലങ്കര കത്തോലിക്ക സഭയിൽ മാത്രമല്ല, അതുപോലെയുള്ള മറ്റ് കത്തോലിക്കരല്ലാത്ത ക്രൈസ്തവ സഭകളിൽ മാത്രമല്ല, ലത്തീൻ സഭയിലുമുണ്ട്. അതുപോലെ തന്നെ വളരെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു സമൂഹമാണ് മാർത്തോമാ ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് ഈ മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസത്തിലുള്ള കൂട്ടായ്മയെ അതെല്ലാ സഭാ സമൂഹങ്ങളിലും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. സീറോ മലബാർ സഭയുടെ ചിക്കാഗോ രൂപത മെത്രാനായി തെരഞ്ഞെടുക്കപ്പെട്ട മാർ ജോയി ആലപ്പാടിന് ഭാരതത്തിന്റെ അപ്പസ്തോലിക് നുൻഷ്യോ അനുമോദനങ്ങൾ നേർന്നു. മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഘോഷണം നാം ഓരോരുത്തരും പിന്തുടരണമെന്നും ഏറ്റുപറയണമെന്നും അപ്പസ്തോലിക് നുൻഷ്യോ പങ്കുവച്ചു. 1950 ജൂബിലി വർഷത്തിന്റെ ശിലാഫലകം മാർ ജേക്കബ് തുങ്കിഴി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപതയുടെ ഹൗസിംഗ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം കേരള റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിർവഹിച്ചു. ക്യാൻ കെയർ പദ്ധതിയുടെയും സ്വാതന്ത്ര്യം സർജിക്കൽ പദ്ധതിയുടെയും ഉദ്ഘാടനം ഈസ്റ്റ് അസീറിയൻ സഭയുടെ മെത്രാപ്പോലിത്ത മാർ അപ്രേം ചടങ്ങിൽ നിർവഹിച്ചു. മിഷൻ ഫണ്ടിന്റെ ഉദ്ഘാടനം മലേഷ്യയിലെ പെനാങ് രൂപതാധ്യക്ഷൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മേച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്തു. മഹാജൂബിലി വർഷ പദ്ധതികളുടെ ഉദ്ഘാടനം രാമനാഥപുരം രൂപതാ ബിഷപ്പ് മാർ പോൾ ആലപ്പാട് നിർവഹിച്ചു. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞു. മാർ തോമാസ് ശ്ലീഹായുടെ പാദസ്പർശനമേറ്റ പാലയൂർ ദേവാലയത്തിൽ നടന്ന ദിവ്യബലിയിലും പൊതുസമ്മേളനത്തിലും അതിരൂപതയിലെ വൈദികരും സന്യസ്തരും നിരവധി വിശ്വാസികളും പങ്കെടുത്തു. തൃശൂരിൽ നിന്ന് അജീഷ് സാലു, ഷക്കീന ന്യൂസ്.